റഹ്മാൻ മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. മുത്തുമണീസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 3:25 ആയിട്ടുണ്ട്. അപ്പോൾ 3 വർഷത്തെ ഞങ്ങളെ കാത്തിരിപ്പിനൊടുവിൽ, 3 വർഷത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ പുതിയ വീട്ടിൽ പാല് കാച്ചുന്ന ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ സുബഹിക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ കയറും. അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ഇതേ കുളിച്ച് ഫ്രഷായി. അണ്ണൻ കുളിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ സാച്ചി കുളിക്കാൻ പോയിട്ടുണ്ട്. ഇനി പൊന്നൂനെ മോനൂട്ടനെ വിളിച്ച് കുളിപ്പിച്ച് ഒരുക്കി നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മുടെ പാലുകാച്ച ചടങ്ങിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കുടുംബം കരച്ചിൽ വരുന്ന ഒരാളാണ്. അതുപോലെ ഇപ്പോൾ സംസാരിക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. പഠിച്ചോനെ, ഏതൊരു മനുഷ്യൻ്റെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾ വീട് പണി തുടങ്ങിയതാണ് കേട്ടോ. യൂട്യൂബിൽ ഇപ്പോൾ ക്ലിക്കായിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വീട് പണി തുടങ്ങിയിട്ട് 3 വർഷമായി. അണ്ണൻ സൗദിയിൽ നിന്നപ്പോഴേ നമ്മൾ വസ്തു മേടിച്ച് വീട് പണി തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അടച്ചോ സഹായിച്ച് അതിൻ്റെ അവസാന നിമിഷം നമ്മുടെ പാല് കാച്ചി കയറുന്ന ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിക്കട്ടെ. മുത്തുമണീസ്, ഇതാണ് നമ്മുടെ പുന്നൂസിൻ്റെ ഡ്രസ്സ് കേട്ടോ. ഒരു കൊച്ച് ഗൗണാണ് ഇത്. മോനക്കുട്ടൻ്റെ കുർത്തി, എല്ലാം സെയിം വർക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ചുരിദാർ. ഇതിൽ അണ്ണൻ്റെ ഷർട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ അയൺ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പുന്നൂസിൻ്റെ മോനോട്ടനെയൊക്കെ ഒരുക്കി ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനും ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാമേ. മുത്തുമണീസ്, അപ്പം ഞങ്ങൾ റെഡിയായി. ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തില്ല, കാരണം നിസ്കരിക്കാനുള്ളതാണ് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരുങ്ങാതെ മോനോട്ടനും പൊന്നൂസും ഞാനും അണ്ണൻ കണ്ട നെഞ്ചത്ത് പുലിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളൊരു ഫാമിലി ഡ്രസ് കോഡ് വൈറ്റ് ആണ്. പൊന്നൂൻ്റെ ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഇത് അവര് ടച്ചപ്പം അതൊക്കെ ഞാൻ ഇൻട്രോ ഒക്കെ നേരത്തെ പറഞ്ഞു. അത് ഈ വരയ്ക്കുന്ന ആൾക്കാര് ജസ്റ്റ് അളവങ്ങാണ്ടിട്ടപ്പോ ചെറിയൊരു മഷിപ്പൊട്ട്. ഫ്രണ്ട്സ് കൊള്ളാമല്ലെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ വേറെ കൊണ്ടുപോകാനുള്ള എടുത്തു വെച്ചേക്കുന്ന സാധനമൊക്കെ കാണിച്ചു തരാം. അണ്ണ എന്ന സാധനമൊക്കെ സെറ്റ് ഞാൻ ഇത് കാണിക്കാം. മുത്തുമണീസ്, അപ്പൊ ദേ ഇതൊക്കെ ഞാൻ വീട്ടിൽ ആദ്യം കയറുമ്പോൾ നമ്മളിങ്ങനെ മുറം, പിന്നെ ദേ അരി എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ അരി, പിന്നെ ദേ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടിയാണേ, മഞ്ഞപ്പൊടി, ഉപ്പ്. ഈ മഞ്ഞപ്പൊടി, ഉപ്പ്, അരി, മുറം. പഞ്ചസാര ഞാൻ പാലിടാൻ അല്ല എടുത്ത് വെച്ചാൽ. പിന്നെ എന്തേ ഇതില് സാധാരണ കൊണ്ടുവരേണ്ട സാധനം എന്ന് വെച്ചാൽ മുസല്ലയും പിന്നെ ഞാൻ ഖുറാനും കൊണ്ട് കയറുന്നുണ്ടേ. മുസല്ലയും തസ്ബീയും കൊണ്ടാണ് അണ്ണം കയറുന്നത്, അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതേണ്ട മുസല്ല, പിന്നെ തസ്ബി. എന്തേ തസ്ബി ആടത്തില്ലേ? അയ്യോ, എൻ്റെ തസ്ബി എവിടെ? അപ്പം ഞാൻ ഇത് അതുപോലെ എടുത്ത് വെക്കട്ടെ. അപ്പം നമുക്ക് ഇറങ്ങാൻ. മുത്തുമണീസ്, അമ്മയുടെ വെള്ള ചെരുപ്പ് അവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്തു തരാം. എല്ലാം ഞങ്ങൾ വെള്ള അപ്പം ഇതെല്ലാം എടുത്ത് വണ്ടിയിലോട്ട് വെക്കട്ടെ. അപ്പം മുത്തുമണീസ് നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇത് ഗേറ്റ് അടയ്ക്കാൻ നിൽക്കുക. ഇത് ചാച്ചി, പൊന്നു, മോനുട്ട ഹായാണ്. ഷിണ്ടിത ഉറക്കത്തി സമയമേ ഇപ്പൊ ഇതേ 4:09 കേട്ടോ. അപ്പൊ ഈ സമയത്ത് എഴുന്നേറ്റേണ്ട. അതുപോലെ 1 മണിക്കാണ് ഉറങ്ങിയത്. ഇല്ല ചാച്ചി, ഇവരൊക്കെ 1:30 ഉറങ്ങി. ഇപ്പം അതിന്റെ ഒരു ക്ഷീണമുണ്ട്. സാരമില്ല, നമുക്ക് പാലൊക്കെ വെച്ച് ഇന്നത്തെ ദിവസം നല്ലപോലെ കിടന്നുറങ്ങാം കേട്ടാ. അപ്പൊ നമുക്ക് നേരെ കാറിലോട്ട് പോവാം. അത്തായ അമ്മ എല്ലാരും വരും. ചക്കര ബേബിയേ. അപ്പോ നമ്മുടെ പൊന്നൂസിന് ചെറുതായിട്ട് തൊണ്ടവേദന. ചെറുതി പട്ടികൾ സിറ്റൗട്ടിൽ കിടന്നത് സാച്ചി ഒന്ന് തുടയ്ക്കുവാണ് മാറ്റ്. അപ്പം അണ്ണൻ്റെ അമ്മായിയും അത്തായൊക്കെ വിളിക്കാൻ പോയി. പൊന്നു ഇന്നലെയൊക്കെ കിടന്ന് ബഹളം വെച്ചുകൊണ്ട് ഇന്ന് ചെറിയ തൊണ്ടവേദന. കുഴപ്പമുണ്ടോ പൊന്നു? ആ സ്ഥലം നമുക്ക് പാലൊക്കെ കാച്ചി ചൂട് പാലൊക്കെ കുടിക്കുമ്പോൾ ശരിയാവും കേട്ടാ. പിന്നെ അവരെല്ലാം വന്നിട്ട് കാണാം ഫ്രണ്ട്സ്. ഇതൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. ബാക്കിലാണ് പന്തൽ, ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഒരു ഫാമിലി വന്നു, എൻ്റെ അത്തായി അമ്മായിയും വന്നു കേട്ടോ. എന്തു അമ്മ
ആ നിസ്കരിക്കുന്ന ആ എല്ലാവർക്കും കൂടെ നിസ്കരിക്കാം. അമ്മ ഇങ്ങ് അവിടെ തുടച്ചതേ ഉള്ളായിരുന്നു. തുടച്ച് ആ കുഴപ്പമില്ല തുടച്ച്. ഡാഡി ഓടി വാ. നനഞ്ഞ് അത്ത എല്ലാം നനഞ്ഞ്. അത്ത ഞാൻ എടുത്തോടുത്ത പുതിയ ചട്ട മൊത്തം നനഞ്ഞേ. വാ വാ ഉസ്താദ് അവിടെ സെറ്റ് ചെയ്തിരുന്നതും ഞാൻ അടുക്കള വെക്കട്ടെ. ബാ 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 അണ്ണേ ബാ. ആ അല്ലാവേ പൊന്നു ആ ട്രേ തുറ. ഇതൊക്കെ വെക്കട്ടെ. ഇത് തുറന്നേ. ഇത് തന്നെ ഇത് തുറന്നേ പൊന്നു. അല്ലെങ്കിൽ ഇത് ഒത്തിരി വട്ടം തുറക്കുമ്പോ പോവും. ഒന്നു എടുത്ത് എവിടാ നിസ്കരിക്കുന്നേ? എവിടാ ആണുങ്ങൾ എവിടാ? നമ്മളെവിടാ റൂമിൽ? സാച്ചിയേ എന്നാ അമ്മ ആ കസേര എടുത്തോ. ആ കസേര നിസ്കരിക്കാം. ലൈറ്റ് ഇട് പൊന്നു അവിടെ ഫാനും ലൈറ്റും ഒക്കെ ഇട്ടേ. أشهد أن محمدا رسول الله أكبر ആ പാത്രം കഴുകി വെച്ചേക്കോ. എനിക്ക് പൊന്നു അമ്മ ഒഴിക്കാം. മക്കൾ ഒഴിച്ചാലേ അവിടെ പോവേ. കവറിൽ തന്നെ ഇട്ട് വെച്ചേക്കാം. ഇനി പ്ലാസ്റ്റിക് കവർ കളയാനോട് പോകും. രണ്ടു കവറ് മതിയോ അമ്മ? മതി. എന്തോ പാലിന്റെ കവറിന് വീണതാ. കത്തിക്കട്ടെ? ഏതെങ്കിലും അടുപ്പ് മതിയമ്മ? ഇത് വെക്കട്ടെ എണ്ണ. പുതിയ അടുപ്പില്ലേ സമാധാനം. അരച്ചേക്കാൻ നല്ല പെട്ടെന്ന്. ഇളക്കിക്കൊണ്ടിരിക്കണോ? ആണോ? അങ്ങനെയുണ്ടോ? നമുക്ക് ആദ്യമായിട്ട് അറിയത്തില്ലല്ലോ. ഇളക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് തിളയ്ക്കുവോ? ഇളക്കാതിരിക്കുമ്പോ അല്ലേ അമ്മ പെട്ടെന്ന് തിളയ്ക്കുന്നേ?
അല്ല. ആ തിളച്ച് തൂകണം അതെനിക്കറിയാം, പക്ഷെ ഇളക്കുക എന്നുള്ളത് ആദ്യമായിട്ട് അറിയുന്നത്. അല്ല, പാല് മാത്രം. പാല് പഞ്ചസാര ഇടും, ചായ അവർ വേറെ കൊണ്ടുവരും, മറ്റേ ഈ ഫുഡിൻ്റെ ആൾക്കാർ. ഇത് ചുമ്മാ ഇങ്ങനെ പാലായിട്ട് കൊടുക്കട്ട. പഞ്ചാര ഇടട്ടെ മതി. പാല് കുടിക്കുമെന്നോ? പഞ്ചസാര ഇടുവോന്നോ? പോയി ചോദിച്ചിട്ട് പോകുന്നു പഞ്ചസാര ഇടുവോന്ന്. പഞ്ചസാര ഇടട്ടെ? പഞ്ചസാര ഒത്തിരി വേണ്ടല്ലോ. ഒത്തിരി വേണം പഞ്ചസാര? ആവശ്യത്തിന് മതിയല്ലോ. ആ അണ്ണൻ നന്നായിട്ട് ഇളക്ക്. പൊന്നുവേ ഗ്ലാസ് എടുത്ത് കൊച്ചു കൊച്ചു ഗ്ലാസ് എടുത്ത് ഇവിടെ നിരത്തി പോയി ഡ്രൈക്കകത്ത്, എന്നിട്ട് അതിനകത്ത് ഒഴിച്ചു ഒഴിച്ചു. ഇത് ഇവിടെ വെക്കുന്നേ ഇവിടെ തന്നെ. ആ ഇവിടെ ഇരിക്കട്ടെ തന്നെ, കുഴപ്പമില്ല, അതൊരു ഭംഗിയല്ലേ. ഇതാ ഞാൻ ട്രേ ഇടുക. കുറച്ച് മതി എണ്ണ, കുറച്ച് ഒഴിച്ചാൽ മതി. മതി ഇത് മതി മതി. പൊന്നു പെതുക്കെ ജസ്റ്റ് നല്ല മുറുക്കി പിടിച്ചോ പൊന്നു. മുറുക്കി പിടിച്ച് എല്ലാവരും കൈ കൊണ്ട് കൊടുക്കേ. അമ്മച്ചിത്താക്കും അത്തമ്മയ്ക്കും എല്ലാവർക്കും. പതുക്കെ ആബിദിനോട് പൊന്നു, ആബിദിനോട്. ആ അപ്പോൾ ഉസ്താക്കന്മാരൊക്കെ ഓതി ഇങ്ങനെ കഴിയുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലത്തെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. മഴയുണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥനയായിരുന്നു മഴ കാണല്ലേ പടച്ചോനെ, പക്ഷെ മഴയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റ് കത്തുന്നില്ല, അപ്പോൾ അവിടെ അണ്ണൻ നോക്കാൻ പോയി കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളവും ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ കറിയുണ്ട്, വെജിറ്റബിൾ കുറുമ, പിന്നെ നല്ല ചൂട് പൊറോട്ട പാത്രങ്ങളാണ്. അപ്പം അയ്യോ എൻ്റെ പൊന്നെ, പൊറോട്ടയാണ് കേട്ടോ. നല്ല ചൂട് ഞാൻ തുറന്നപ്പോൾ ചൂട് എൻ്റെ ദേഹത്തോട്ട് അടിച്ച് കയറുന്നു. പൊറോട്ട, ഇത് ബീഫ് കറിയാണേ, ഇത് കോഫിയാണ്. അപ്പോൾ ഇത് സാച്ചി ഇവിടെ ഇരിപ്പുണ്ട്, സാച്ചി. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. അപ്പോൾ ഭയങ്കര മഴ. ഉച്ച സമയമായിരിക്കും നമുക്ക് ഒരുപാട് ആൾക്കാർ വരുന്നത്. ആ സമയം മഴയൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം പിന്നെ ഉസ്താക്കന്മാർ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ലൈറ്റ് എന്താ കത്താത്ത ഇവരെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ കുറയണേ പടച്ചവനെ, അല്ലെങ്കിൽ ഉച്ച സമയം ഒരുപാട് തിരക്കും ആൾക്കാരും എല്ലാവരും ഉച്ചയ്ക്കാണ് വരുന്നത്. ആ സമയം ഭയങ്കര ഇതായിരിക്കും, അലമ്പ്, പിന്നെ കാറും ബഹളവും ഒക്കെ കൂടെ. എന്തുവാ ലൈറ്റ് കത്തുന്നോണോ? ഈ ലൈറ്റ് കത്തുന്നില്ല മുത്തുമണി, നോക്കിയിട്ട് വരാം. ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്ഥിരം DM സ്റ്റുഡിയോയിൽ അനിയൻ ഫോട്ടോ എടുക്കാൻ വരും. അപ്പം ഞാൻ വെച്ചാൽ ആ സമയം ആകുമ്പോഴത്തേക്ക് ഒരുങ്ങി നിൽക്കാം. അതുവരെ ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഒരുങ്ങി റെഡിയായി മുത്തുമണി. ഇനി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങപ്പോൾ ഒരുങ്ങായിരിക്കുന്നത് ശരിയല്ലല്ലോ, അതിൽ പിന്നെ എനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരുങ്ങി പൊന്നുവിനെ ഒരുക്കി റെഡിയാക്കി ഇരുത്തി 3 കൂട്ടം ഉറക്കം വിളിക്കാം. ഫോട്ടോ എടുക്കുന്ന അനിയന്മാർ വന്നേ. അപ്പം അവരെടുത്തോട്ട് പോട്ടെ. ഡാ എങ്ങനെയുണ്ട്? ഹായ് ഗൈസ്, നമ്മുടെ അനിയന്മാര് വന്നു. നമുക്ക് എടുക്കാം, ഫോട്ടോ എടുക്കാം, തുടങ്ങാം. ബാ വേണ്ടേ, ഇപ്പോൾ വരും. ബാ, താഴെ വേണോ മേടി വേണോ? ബാ, അവനെ കൊണ്ടുവന്നില്ലേ മറ്റേ? ആണോ? അരുണേ വാടാ, ഫോട്ടോ എടുക്കാം. അയ്യോ, ഇത് ഫോട്ടോ ആണല്ലോ.
കണ്ടോ ഞങ്ങള് അവന്മാരെ വിളിച്ച് എപ്പോഴും ഫോട്ടോ എടുത്ത് അവൻ എടുത്ത ഫോട്ടോ തന്നെ അവൻ എടുത്ത് ഫ്രെയിം ചെയ്തോണ്ട് വന്നു. പിന്നെ ഇതേ ഫോട്ടോ നിന്റെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതുകൊണ്ട് ഫ്രെയിം ചെയ്ത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഇതെന്തായാലും നല്ല ക്ലാരിറ്റി ഉണ്ട്. പിടി പിടി ഫോട്ടോ പിടി ഫ്രെയിം ചെയ്ത് നോക്കൂ. എന്തോ സെറ്റപ്പ് നീക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടോ? സെറ്റപ്പ് കാണാൻ പോകും. മോനൊക്കെ ഉറക്കപ്പിച്ചേലിരിക്കുക. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പിന്നെയും കിടന്നുറങ്ങാം കേട്ടാ. സുന്ദരാവും വാടാ പെട്ടെന്ന്, ആൾക്കാരൊക്കെ ഇടിച്ചു കയറി വരുന്നതിന് മുമ്പ് വാ ഫോട്ടോ എടുക്കാം. അല്ല അണ്ണേ, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കേറി വരുന്ന പോലെ, സാധാരണ കേറി വരുന്ന പോലെ വാ. എന്താ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുത്തേരെ ക്യൂട്ടായിട്ട്. എന്റെ ചക്കര പൊന്നു പെട്ടെന്ന് മോനുകുട്ടന്റെ മൈൻഡ് മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വിടാം. ചിരിച്ചോ. അടിപൊളി. ഇതെന്ത് മോനുട്ട ഇങ്ങനെ ഇല്ല. ഷിണ്ടിരാ കൊള്ളാം. നോക്ക് കണ്ണാ, ചിരിച്ചേ പൊന്നുമൻ ചിരിച്ചേ. ഇത്രയും ചിരിയൊക്കെ വരൂടാ, നോക്കട്ടെ ക്യാമറയിലെ. ഞങ്ങൾക്ക് ഇത്രയും ചിരിയൊക്കെ വരും. അതൊരു മാതിരി വല്ലാത്ത ചിരിയാ. ചിരിക്കത്തില്ല കണ്ണോ. ഒറ്റ ചിരിച്ചിട്ട് അങ്ങ് പോവാം നമുക്ക്. ഒരേ ഒരു ചിരിയേ. കല്യാണിച്ചേ ഈ പറഞ്ഞിട്ട് കറങ്ങൂ. ടാങ്കൊക്കെ ഇരിക്കുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. കറങ്ങിക്കോ. നിക്ക്. അയ്യോ എടി ഒന്ന് നിക്കണോ, എന്നാലേ അവർക്ക്. ജസ്റ്റ് കറങ്ങി അങ്ങ് പെട്ടെന്ന് നിക്കണേ. കറങ്ങിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. നിന്നോ. ഓ പൊളി. ചെല്ല്, സമയം കളയണേ. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വാ, അപ്പൊ പിന്നെ നിക്കാല്ലോ. പോ, അതുകൊണ്ടാ തൊട്ടപ്പുറത്താ. ബാക്കിലോട്ട് പൊക്കോ. അതെ പൊക്കോ. ശരി, ഞങ്ങൾ നിക്കാം. വാ. വീടിന്റെ ഫുള്ള് ഇട്. കടവടച്ചേക്കാടാ. പിന്നെ ആര് പറഞ്ഞേ അത്തമ്മ വീഡിയോ എടുക്കണ്ട? അയ്യോ അത്തമ്മ മുഖമൊക്കെ മാറിപ്പോയി. ഇന്നാൾക്ക് വീഡിയോ എടുത്തപ്പോൾ വേറെ മുഖമായിരുന്നു, ഇപ്പൊ വേറെ മുഖം. ബാ അത്തമ്മ വീടെല്ലാം കാണിച്ചു കൊടു. പൊന്നും ബാ, അത്തമ്മ വീടൊക്കെ കാണിച്ചു കൊടു. ഇത് TV, ഇത് സെറ്റ്. അതൊക്കെ അവർക്ക് അറിയും. കാപ്പ് കുടിക്കാം, കഴിച്ചിട്ട് വരാം. അത്തമ്മ നമുക്ക് കഴിച്ചിട്ട് വരാം. ബാ. ഒന്ന് വൈബാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് പാട്ടുള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കും. മുത്തുമണീസ്. അപ്പോൾ സമയം വാച്ചില്ല. സമയം എത്രയായി? 10:25. ഞാൻ നേരത്തെ കണ്ടായിരുന്നു. 10:35. അപ്പം നമുക്ക് പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ സന്തോഷം നിമിഷം നമ്മൾ കൂടെ ഉള്ളത് നമ്മുടെ സാറാസ് കാറ്ററിംഗ് ആണ്. ഇവിടെ ആദ്യമേ നാരങ്ങാവെള്ളം കുടിച്ചു പോയി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നാരങ്ങാവെള്ളം. അപ്പൊ ഇന്നലെ വരെ ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു, ഓട്ടവും ഇതായിരുന്നു. ഇന്ന് എന്തായാലും സാറാസ് ഉള്ളത് കൊണ്ട് എല്ലാവരും ഭയങ്കര ചടപടയെന്നുണ്ട്. രാവിലെ മുതലേ ഞങ്ങൾ ഫ്രീ ആണ്, ഭയങ്കര റെസ്റ്റും കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങാം ഇവിടുന്ന്. അപ്പം എരിയുണ്ടോ? ഇത്രയും വേണം. കൊള്ളാം. നീ മോനോട് കഴുതച്ചൊക്കെ എടുത്ത് തിന്നു, പൈനാപ്പിൾ എടുത്ത് തിന്നോ, അപ്പൊ സെറ്റാ. എരിയില്ലാത്ത ഇപ്പൊ വേറെ അടിച്ചു തരും കേട്ടോ. കൊള്ളാം. ഇതൊക്കെ നമ്മുടെ വെള്ളച്ചോറിനുള്ള കറികളാണ് കേട്ടോ. തോരൻ, മോര്, സാമ്പാർ, അവിയൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ബിരിയാണി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ചെമ്പ് വീതം നമ്മുടെ സാറാസിൽ അനിയന്മാർ ഇങ്ങനെ എടുത്തുകൊണ്ട് വെക്കുകയാണ്.
അച്ഛൻ്റെ പേരെന്തുവാ? ജോസ്. കാപ്പി കുടിച്ച് വിശപ്പൊക്കെ മാറിയില്ലയോ? എന്നിട്ട് നിന്നാ മതി കേട്ടോ. ആ, വണ്ടി ഒരുപാടായാലും കറക്റ്റ് സമയം ഉച്ചയാവുന്നെങ്കിൽ അച്ഛന് വിശക്കുവാണെങ്കിൽ ചോറ് കഴിക്കാൻ വരണം കേട്ടോ. അവര് റൂമിൽ കളിക്കുന്നു. ബാ, ഉണ്ട്. ഓ, ഇതിലേ വാ വരുമാ. ആ ചെരുവ ഊരിയിട്. ബാബാ അല്ലേ? ആ, ഇതാരേ? ഓ, നിങ്ങൾ വന്ന് ഞാൻ കണ്ടില്ലടാ. ആന്നോ? ആ സോറി, ഞാനേ ഇതെന്തുവാ ഇത്? ഏ, സുന്ദരി അല്ലേ? വെള്ളം കുടിച്ചോ അമ്മ? അപ്പം വരെ അവര് ചോറൊക്കെ എടുത്തു വെക്കുന്ന തിരക്ക്. അയ്യോ, എനിക്കറിയാം. പണ്ട് നമ്മള് വിരുന്നിന് വന്നിട്ടുണ്ടല്ലോ, എനിക്കറിയാം. ചോദിച്ചാൽ അറിയാം. ആ, വെള്ളം അറിയാം. അൻസലിനാക്കാട് അവിടെ വെള്ളം കുടിക്കാം. വെള്ളത്തിന് ആൾക്കാർ വെയിറ്റിങ്. ജടയും നടി. റെസിപ്പി അന്നേ കഴിക്കാം. അങ്ങ് ഓടി ഇരുന്നു.
ഇതെന്ത് കഷ്ടമാണ്. തീരെ വയ്യ മുത്തുമണി, തീരെ വയ്യ. തീരെ വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യ. സമയം 4 മണിയായി. ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോൾ അണ്ണനോട് പറഞ്ഞ് ആളൊന്നും വന്നില്ല, ആളില്ല, നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു യുദ്ധമായിരുന്നു കേട്ടോ. ജനങ്ങളും നാട്ടുകാരും. തൊണ്ട വേദന. ഇപ്പം 4:30 മണിയായിട്ടും ഞാൻ ആഹാരമൊന്നും കഴിച്ചില്ലതാ. ഇപ്പം ഞാൻ സാച്ചിയോട് പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ, ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് തരാം. തീരെ വയ്യ. നമ്മളിപ്പോൾ ഒരാളോട് മിണ്ടിയിട്ട് ഒരാളോട് മിണ്ടാതിരുന്നാൽ അവർ വിചാരിക്കും ജാടയാത്. അങ്ങനെ ഓടി നടന്ന് എല്ലാവരോടും മിണ്ടി എല്ലാവരെയും വിളിച്ച് വീട്ടിൽ കയറ്റിയും അങ്ങനെ ആർക്കും ഒരു പരാതി ഇല്ലായിരിക്കും. ഓട്ടി നടന്ന് അങ്ങനെ സ്വരം വയ്യ, ശരീരവും വയ്യ, ഒന്നും വയ്യ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ സാച്ചി അപ്പൂസിനടുത്തൊക്കെ കൊടുത്തപ്പം നമ്മുടെ പന്തൽ പണിക്കാർ ചേച്ചിമാർ പറഞ്ഞ് അവരെ വീഡിയോ എടുത്തില്ലെന്ന്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരാമേ. സാച്ചി അതെന്തോന്നൊന്ന് പൊട്ടിക്ക് സാച്ചി നോക്കട്ടെ. ഫോട്ടോ ഫ്രെയിം വല്ല ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്ന കേട്ടോ. കേൾക്കാം. രാവിലെ വീഡിയോ എടുത്തപ്പോൾ എന്തൊരു ഉഷാറായിരുന്നു. ഇത് സംസാരിക്കാൻ വയ്യ, സംസാരമൊന്നും ഇല്ല, എല്ലാം പോയി. പിന്നെ വൈകിട്ട് നമുക്ക് പൊറോട്ടയും ബീഫും ചായയും. അപ്പോൾ ഞാൻ ഇടയ്ക്കെങ്ങാണ്ട് പോയപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കിട്ടി. അതല്ലാതെ എനിക്ക് ഒരു ഐസ്ക്രീം കിട്ടി, അല്ലാതെ ബിരിയാണി ഒന്നും. പിന്നെ മനസ്സിനും ശരിയല്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും എല്ലാവരുമായിട്ടും സംസാരവും. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു മൈൻഡില്ലായിരുന്നു. നോക്കട്ടെ, കാണിക്കും, ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയൊരു ഫ്രെയിമാണ്, കൊള്ളാം, അടിപൊളി. അവരെ ഞാൻ ഫ്രെയിം വന്നിട്ട് ഞാൻ ഇപ്പം അവരെ കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ചേച്ചിമാരെടുത്തിട്ട് പോകാം. എന്തുവാ ചേച്ചിമാർ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഒരു ബഹളം കഴിഞ്ഞ് നിൽക്കുവോ, അംഗം കഴിഞ്ഞ്. അതുകൊണ്ട് ചേച്ചി പൂച്ചയൊക്കെ കയറി പോന്ന്. അത് സാരമില്ല, അവരൊക്കെ വന്നോട്ടെ. ചേച്ചിമാര് ഹായ് പറഞ്ഞേരെ. ഹായ്. കാരണം ഇനി സംസാരിക്കാൻ സമയമില്ല, അവർക്ക് ആള് വന്നോണ്ടിരിക്കുന്നു. പാവം എന്നോട് പറഞ്ഞ് ഞങ്ങളെ വീഡിയോ കാണിക്കണേ, മറന്നു പോവല്ലേ എന്ന്. അപ്പൊ തുടങ്ങിയോ. സമയം ഇത്രയായോണ്ടേ തലയൊക്കെ എനിക്ക് കിറുങ്ങുന്നു. ഞാൻ പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത പോലെ. ആവിതും ഇപ്പോഴാണ് കഴിക്കുന്നത്, രാവിലെ കഴിച്ചിട്ടില്ലയോ? നീയും ഞങ്ങൾ 4 പേരും ട്രെയിൻ ലേറ്റായി. അത്രമാത്രം ആൾക്കാരായിരുന്നു ഫ്രണ്ട്സ്. പകുതി ആദ്യമൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ തളർന്നു. ഫോൺ കൊണ്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ പാട് കൂട്ടി. തൊണ്ടയൊക്കെ അടഞ്ഞ്, തൊണ്ടയൊക്കെ ഭയങ്കര വേദന. എന്തുകൊണ്ട് ആൾക്കാരുടെ ബഹളവും. ഇടിച്ചങ്ങ് കേറി. എന്തോ മഴ പെയ്യുന്ന പോലെ, മഴ പെയ്യുന്ന പോലെ മഴയും നിന്ന് ആ സമയം. അപ്പൊ പെട്ടെന്നുണ്ടല്ലോ വെയിൽ വന്നിട്ട് പെട്ടെന്ന് ഇടിച്ചു കുത്തി ഒരു മഴ പെയ്യുന്ന പോലെ ഒരു ഫീലായിരുന്നു. ഇടിച്ചു കുത്തി ഇതല്ല ആളായിരുന്നു. ചേച്ചിയൊക്കെ പാട് വിട്ടുപോയി അല്ലേ ചേച്ചി? ചേച്ചിയൊക്കെ പാട് വിട്ടു. ചേച്ചിയൊക്കെ നല്ല പവറായിട്ട് നിന്ന്. ടാറ്റ ബൈ ബൈ, ടാറ്റ ബൈ ബൈ, സീ യു. സാറാസ്, ഫുൾ സാറാസിന് താങ്ക് യു. ടാറ്റ. എന്നെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാലും 3-4 മണിക്കൂറത്തെ ഒരു ഇത് വെച്ചിട്ട് പറ. എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഞങ്ങളുടെ വീട്ടിലത്തെ? അവസാനം ആകെപ്പാടെ മൊത്തം. എന്നാലും ഞങ്ങളൊക്കെ സ്നേഹത്തിൽ നിന്നില്ല. പിന്നെ എന്താ വേണോ? ഇനി പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വിളിച്ചേട്ടാ. താങ്ക് യു. ബൈ. മുത്തുമണീസ്. അപ്പം
ഒന്ന് ഫ്രഷ് ആവാൻ പോവാണ്. എൻ്റെയും പൊന്നൂസിൻ്റെയും സ്വരം പോയി. ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ദിവസം വ്ലോഗ് അല്ല, ഇന്ന് അങ്ങനെ ആഗ്രഹിച്ചൊക്കെ ഇരുന്ന അവസാനം നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ കിടന്നുറങ്ങാൻ പോവാണ്. ബോൾക്കുട്ട നേരത്തെ ഉറങ്ങി കേട്ടോ. പനിയൊക്കെ പിടിച്ച് സംസാരിക്കാനൊന്നും വയ്യ. ഒറ്റ ദിവസം കൊണ്ട് എവിടെയൊക്കെ പോകണം, ആരോടെയൊക്കെ ഓടണം. എന്തായാലും എല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പം മുത്തുമണി എൻ്റെ ശബ്ദം കേട്ടു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.